വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്ന് നല്ലൊരു പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ 1/2 കിലോ പ്രോൺസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ മേളിലുള്ള ആ ഒരു നാര് പോലത്തെ സാധനമല്ലേ അതെല്ലാം എടുത്ത് കളയണേ. 3 സവോള, 3 ടൊമാറ്റോ, പിന്നെ ഒരു 7-8 വെളുത്തുള്ളി, ഒരു ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, ഒരു 5 പച്ചമുളകിന് എരിവുണ്ട്. കുറച്ച് കനം കുറഞ്ഞ് വേണം ഈ യൂണിയനൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാനേ. പിന്നെ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മളതൊന്ന് ചതച്ചെടുക്കണം. ആ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പം നമുക്കതൊന്ന് അരഞ്ഞ് കിട്ടുവേ. ഒരുപാടങ്ങ് അരയേണ്ട കാര്യമില്ല, ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, നാരങ്ങ. ഇത് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നതിനും മസാല ഉണ്ടാക്കുന്നതിനും വേണ്ടി അതിൻ്റെ രണ്ടിനും കൂടി ഉള്ളതാണ്. ഒരു 3 പീസ് പട്ട, ഒരു 6-7 ഗ്രാമ്പു, 6-7 ഏലക്ക. ബേ ലീഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബേ ലീഫും കൂടെ ചേർക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് റൈസാണേ. ഞാൻ 2 കപ്പ് ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കൈമ റൈസ് ഉണ്ടെങ്കിൽ കൈമ റൈസ് എടുത്താലും മതി കേട്ടോ. നമുക്ക് ഈ സവോള ഇച്ചിരി നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. സവോള അരിയുമ്പോൾ എന്താ ഇത് ഒക്കെ അങ്ങ് മാറ്റിയേക്കണേ. നൈസായിട്ട് അരിഞ്ഞെടുക്കണേ. നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഈ പ്രോൺസ് ബിരിയാണിക്ക് നമുക്ക് ഒരുപാട് മസാലയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ മസാല കുറച്ച് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ മോനൊക്കെ ഉണ്ടല്ലോ ബിരിയാണിക്കകത്ത് നല്ല പോലെ മസാല ഇഷ്ടമാണ്. ചിലർക്ക് അങ്ങനെ മസാല കുറച്ച് കൂടുതലാണ് ഇഷ്ടമേ. ഈ ഉള്ളിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ പ്രോൺസിൻ്റെത്. നമ്മളെപ്പോഴും ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതല്ലേ. ഇപ്പം നമ്മുടെ ക്രിസ്മസ് അല്ലേ വരുന്നത്. അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയാൽ നന്നായിരിക്കുവേ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഈ സവോള ഇതുപോലെ നല്ലപോലെ കനം കുറച്ച് അരിയണം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഏതാണ്ട് ഒരുപോലെ അരിഞ്ഞെടുക്കുകയും വേണേ. ടൊമാറ്റോ നമുക്ക് പിന്നെ കട്ട് ചെയ്താൽ മതി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ആ ചെറിയ ജാറിലിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ അരിഞ്ഞു വെച്ച സവോള ഇല്ലേ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. അതിനൊരു കടായിൽ ഞാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായോ എന്നറിയാനായിട്ട് ഈ സവോളയുടെ തന്നെ ചെറിയൊരു പീസ് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളങ്ങ് ഇടാം കേട്ടോ. 3 സവോള അരിഞ്ഞതും നമുക്ക് ഒരുമിച്ചിടാം. സവോള വാടുമ്പോഴത്തേനും അത് റെഡി ആയിക്കോളൂ. ഇപ്പം മുകളിലോട്ട് എണ്ണ നിൽക്കുന്നില്ലേലും ഇത് കറക്റ്റായിട്ട് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചേക്കുവാണേ. കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു ലൈറ്റ് ഈ ഒരു സവോളയുടെ ഈ ഒരു കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമ്മൾ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയെടുക്കണേ. 2-3 മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. സവോളയുടെ മുകളിലേക്ക് എണ്ണ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇതൊന്ന് വാടി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. കാരണം നമ്മൾ ഒത്തിരി എണ്ണയും ഒഴിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ ഒരുപാട് എണ്ണ അധികമായി പോവും. ഈ സവോള വറുക്കുന്ന എണ്ണ കൊണ്ട് തന്നെയാണ് നമ്മൾ പിന്നെ പ്രോൺസിൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കുന്നത്. സവോളയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ശരിക്കും എണ്ണയിലേക്ക് ഇറങ്ങും. പ്രോൺസിൻ്റെ മസാലയ്ക്കും ഒക്കെ ആ ഒരു ടേസ്റ്റ് വരുവേ. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഫ്രൈ ആകട്ടെ, എന്നിട്ട് കാണിക്കാം. നമ്മൾ ഈ സവോള ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് ആയി കേട്ടോ. ഇപ്പം ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള താമസമേ ഉള്ളൂ. നമുക്ക് ചെമ്മീനൊന്നും അധികം വേവില്ലല്ലോ. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. ഫുൾ ടൈം അല്ല, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിങ് എടുക്കണേ. നമ്മുടെ ഒണിയൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മളിതങ്ങ് എടുത്തേക്കണം. ഞാൻ ഫ്ലെയിം സിമ്മിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം ഇനിയും കൂടുതൽ ഇത് ഫ്രൈ ആയാലുണ്ടല്ലോ അത് പിന്നെ ഇരുന്നൊന്ന് മൂക്കും. ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തൊരു കിച്ചൺ ടവൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഈ ഉള്ളി അങ്ങ് കോരി ഇങ്ങനെ ഇട്ടേക്കണേ. ഇത് ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് മൂക്കുന്നതാണ്. അപ്പം നമ്മൾ അത് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഉള്ളി കരിഞ്ഞു പോയാലും വേറൊരു ടേസ്റ്റായി പോവും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഞാനൊരു 10 മിനിറ്റോളം ഫ്രൈ ചെയ്തു കേട്ടോ. 10 അല്ല, ഒരു 11 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ ആ സവോള ഫ്രൈ ചെയ്ത് ആ ഓയിലില്ലേ ആ ഓയിൽ തന്നെ ആണ് ഈ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ ഓയിലിൽ നിന്ന് കുറച്ച് ഓയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കാണുവേ. ആ സവോളയുടെ ഫ്ലേവറൊക്കെ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യും കൂടെ, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക്
ഈ കാഷ്യൂനട്ട് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. ഈ കാഷ്യൂനട്ട് ഒരു കളർ മാറി വരുമ്പോൾ നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കണേ. കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ചിലർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊക്കെ കിസ്മിസിന്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഇടയ്ക്കൊന്ന് അതൊന്ന് കടിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നട്ട്സ് ഒക്കെ വറുക്കുമ്പോഴാണേലും കരിയാതെ നോക്കണേ. കരിഞ്ഞു പോയി കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് പോകും. ഒരു ലൈറ്റ് കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കിസ്മിസ് ആ ഒരു ബോൾ പോലെ ആകണം, അന്നേരമാണ് അത് കറക്റ്റ് ആകുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ചിക്കൻ ബിരിയാണിയോ മട്ടൺ ബിരിയാണിയോ ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി നോക്കാവേ. ഇതാ ഈ കിസ്മിസ് കണ്ടോ ഒരു ബോൾ പോലെ ആകുന്നേ, അതാകുമ്പോൾ ഫ്രൈ ആയെന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്കത് കോരി എടുക്കാം. നമ്മൾ ആ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതിന്റെ ആ സൈഡിലോട്ട് തന്നെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയേ. ഈ സമയം സിമ്മിലായിരിക്കണം കേട്ടോ ഫ്ലെയിം, അല്ലെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ബാക്കിയുള്ള നട്ട്സും കിസ്മിസും എല്ലാം കരിഞ്ഞു പോകും. എണ്ണ ഇപ്പൊ നന്നായിട്ട് ചൂടായി കിടക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സ്പൈസസ് ഇല്ലേ അതൊന്ന് ആഡ് ചെയ്യണം. ഈ പട്ട ഒരു 1-2 പൊടിച്ച് ഒരു 3 ഗ്രാമ്പു 3-4 ഏലയ്ക്ക ഒന്ന് ചൂടാകണേ. അതിന്റെ ആ ഒരു ഫ്ലേവർ ആ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കുവേ. ഇതിപ്പോ പ്രോൺസ് ആകുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മസാലയുടെ ആവശ്യമില്ല. ഇനി ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണേ. ഇതിന്റെ ആ ഒരു റോ ടേസ്റ്റും ശരിക്കും മാറി കിട്ടണം. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ബിരിയാണി ഒരു സുഖമില്ല. ഇതൊരു 2-3 മിനിറ്റ് ഞാനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ ഇതിന്റെ റോ ടേസ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാവേ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉള്ളത് പൊടിച്ചെടുക്കുകയാണെങ്കിലും ഉണ്ടല്ലോ ഏറ്റവും നല്ലതാണ് ഗരം മസാല. അതും ഒരു 1/2 ടീസ്പൂൺ. ഈ പൊടിയുടെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണേ. ഈ സമയം നല്ല ഒരു മണം കേട്ടോ. ഈ ഇഞ്ചി പച്ചമുളക് ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ അങ്ങോട്ട് ഈ എണ്ണയിലോട്ട് ഇറങ്ങുമ്പോഴുണ്ടല്ലോ നല്ല മണമാണ്. പിന്നെ കൂട്ടത്തിൽ ആ ഗരം മസാലയും എല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോഴേ കണ്ടോ ഇതിന് ഇത്രയും മസാലയുടെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരുപാട് മസാലയുടെ ആവശ്യമേ ഇല്ല. നമ്മൾ എപ്പോൾ പൊടികൾ ചേർത്താലും സിമ്മിലിടണം, അല്ലാതെ ഫ്ലെയിം കൂട്ടി വെച്ചുണ്ടല്ലോ പച്ചമണം മാറുകയില്ല. പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. ഇതൊരു 3 എണ്ണമാണ്. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു, ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. ഈ ടൊമാറ്റോയും കൂടി ഇപ്പോൾ ഇതിനകത്ത് കിടന്ന് നല്ല പോലെ ഒന്ന് കുക്കാകണം കേട്ടോ. എന്നിട്ടേ നമ്മളിനി ബാക്കി ചേരുവകൾ ചേർക്കത്തുള്ളേ. ടൊമാറ്റോയ്ക്കും ഉണ്ട് ഒരു റോ ടേസ്റ്റ്. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ചിരുന്നാലും അത് പെട്ടെന്ന് കുക്കായി വരുവേ ടൊമാറ്റോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാവേ. എന്നിട്ടേന് ഇത് ടൊമാറ്റോ ഒന്ന് വെന്ത് നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ആ ടൊമാറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് ഇത് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടരുത് കേട്ടോ. ഇതുപോലുള്ള ബിരിയാണിക്കകത്തൊക്കെ ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ഒണിയൻ ഇല്ലേ അത് ആഡ് ചെയ്യണേ. കുറച്ച് നമുക്ക് ഡെക്കറേഷൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മല്ലിയില, പുതിനയിലയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ആ ഒരു റൈസിന്റെ ഇടയിൽ ഇടാനും കൂടെ കുറച്ച് വെച്ചേക്കണേ. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിക്കോണേ. പ്രോൺസ് ബിരിയാണിക്കകത്ത് നമ്മൾ കേട് ചേർക്കത്തില്ല കേട്ടോ. ടൊമാറ്റോയുടെ ആ ഒരു പുളിയെ കാണത്തുള്ളേ. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് ചേർക്കാം. എന്നിട്ട് ഈ എണ്ണയ്ക്കകത്ത് കിടന്നത് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആകണം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചെറിയൊരു മാരിനേഷനൊക്കെ കൊടുത്തിട്ട് പ്രോൺസ് സെപ്പറേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇതിങ്ങനെ ചെയ്താൽ എളുപ്പമാണ്. ഈ എണ്ണയിൽ കിടന്നത് ഫ്രൈ ആയിക്കോളുകയും ചെയ്യും. നമുക്ക് ഒരുപാട് പാത്രങ്ങൾ അന്നേരം കഴുകേണ്ട കാര്യമില്ലേ. ഞാൻ ഒരു പ്രാവശ്യം ഇത് സെപ്പറേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലതാ. ഇതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. എണ്ണയ്ക്കകത്ത് കിടന്ന് ഇത് ഫ്രൈ ആകുകയല്ലേ. ഒരു 3 മിനിറ്റ് ഒന്ന് ഇത് എണ്ണയിൽ ഒന്ന് കിടന്നൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. നല്ലൊരു മസാലയാണ് ഈ പ്രോൺസിന്റെ ആ ഫ്ലേവറൊക്കെ. ഇനിയിപ്പോ ഇതിനകത്തുനിന്ന് കുറച്ച് ഈ പ്രോൺസിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങുമേ. അപ്പൊ അതൊന്ന് 2-3 മിനിറ്റിനകം അത് ഇറങ്ങി കുറച്ചുകൂടെ ഇത് ഗ്രേവി ആകും. ആ സമയം നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതൊരു 3 മിനിറ്റ് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ ഞാനിതങ്ങ് മാറ്റുവേ.
മാറ്റിയിട്ട് നമ്മൾ റൈസ് ഉണ്ടാക്കും. റൈസിന് ഞാൻ അരിയൊക്കെ വാഷ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. പ്രാവശ്യത്തെ ക്രിസ്മസിന് എല്ലാവരും പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി നോക്കണം. നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണേ, നിങ്ങൾക്ക് ഇഷ്ടമായോന്നേ. ഞാൻ ചിക്കൻ ബിരിയാണി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ക്രിസ്മസിന് ഇപ്പം ചിക്കൻ ബിരിയാണിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം. ഇതിൻ്റെ കൂടെ നല്ലൊരു സാലഡും ഒരു പപ്പടവും അച്ചാറും, അല്ലെങ്കിൽ ഈ ബീട്രൂട്ട് അച്ചാറൊക്കെ ഈ ബിരിയാണിയുടെ കൂട്ടത്തിൽ ഒത്തിരി നല്ലതാണ്. ബീട്രൂട്ടും ഡേറ്റ്സും കൂടിയിട്ടുള്ള ഒരു അച്ചാർ, അതും എൻ്റെ ചാനലിലുണ്ട്. അത് ഈ പ്രോൺസ് ബിരിയാണിയുടെ കൂടെയും ചിക്കൻ ബിരിയാണിയുടെ കൂടെയും മട്ടൻ ബിരിയാണിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ പോകുന്ന അത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ്. ഡേറ്റ്സും ബീട്രൂട്ടും എല്ലാം കൂടെ ചേരുന്നതല്ലേ, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊന്നും മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കുക. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് സവോള ഫ്രൈ ചെയ്ത ഓയിലില്ലേ, ആ ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു സ്വല്പ ഗീയും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ അതൊന്ന് ചൂടായി വരുമ്പോൾ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇത് 3ഉം ഇതിനകത്ത് ചേർക്കണം. ബേ ലീഫ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തേക്കണേ. ഒന്ന് ചൂടാകണേ. ഈ സ്പൈസസ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മണം വരുവേ. അന്നേരം നമ്മൾ ഈ കഴുകി അരിച്ച് വെച്ചേക്കുന്ന അരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഓയിലോ ഈ നെയ്യോ ഒന്നും അധികം ഒഴിക്കുന്നില്ല കേട്ടോ. വളരെ കുറേശ്ശേ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. ഇത് ആ പ്രോൺസ് മസാല തയ്യാറാക്കണമെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയില്, അതായത് ആ സവോള ഫ്രൈ ചെയ്ത ഓയിലില്ലേ, അത് 2 ടേബിൾ സ്പൂണും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടാണ് പ്രോൺസിന്റെ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്താണെങ്കിലും നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആണ് ചേർത്തേക്കുന്നത്. അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. തിളപ്പിച്ചിട്ടാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചേക്കുന്നത്. നമ്മൾ കുറച്ച് ആ ഫ്രൈ ചെയ്ത ഒണിയന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാവേ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. തിളച്ച് കഴിയുമ്പോൾ സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. അന്നേരത്തേന് നമ്മുടെ ഈ റൈസ് ശരിയാകും കേട്ടോ. ഒരു 2 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചു. അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇപ്പം തുറന്നു നോക്കിയപ്പോൾ ഇതിൻ്റെ വെള്ളം എല്ലാം വറ്റി ഇതുപോലെ ആക്കി കിട്ടിയിട്ടുണ്ട്. പ്രോൺസിൻ്റെ ആ മസാലയില്ലേ, അതിലേക്ക് നമുക്ക് ആക്കിയാൽ മതിയേ. നമ്മുടെ മസാല ഇവിടെ ഇതുപോലെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് റൈസ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണി അല്ലേ, ഒരു സ്വല്പം നെയ്യുടെ ടേസ്റ്റൊക്കെ വേണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളേ. ഇനി ഒരു സ്വല്പം ആ ഓണിയൻ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില. ഞാനൊരു സ്വല്പം റോസ് വാട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുവേ. ഇത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിയേ. ഇതിനൊരു നല്ലൊരു ഫ്ലേവർ കിട്ടുവേ ബിരിയാണിക്ക്. അതിനായിട്ടാണ് ഞാനത് ചേർക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ആഡ് ചെയ്യും. ഒരുപാട് പ്രസ് ചെയ്യാതെ നമ്മളിങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് കൊടുക്കണേ. ഒന്ന് ഷേപ്പ് ആക്കിയേക്കണം. എന്നിട്ട് പ്രസ് ചെയ്യാതെ ഷേപ്പ് ആക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. ഇനി നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒഴിച്ച ആ റൈസിനകത്തും കൂടെ കുറച്ച് നെയ്യുടെ ഫ്ലേവർ വേണമല്ലോ. ഇനി ഒരു സ്വല്പം കൂടെ റോസ് വാട്ടർ ഒന്ന്, അധികം ഞാൻ ഒഴിക്കുന്നില്ല, ഡ്രോപ്പായിട്ട് വീഴുന്നോണ്ട് തോന്നുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഓണിയൻ ഫ്രൈ ചേർത്ത് കൊടുക്കുക. ഒരു സ്വല്പം മല്ലിയില, ആ ഒരു കളർഫുൾ ആകാൻ വേണ്ടിയാണ് കേട്ടോ, ആ ബ്രൗണും ആ ഒരു ഗ്രീനും. ഇനി നമുക്ക് ഈ നട്ട്സും കിസ്മിസും കൂടെ ആഡ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇത് സിമ്മിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇത് സിമ്മിൽ വെച്ചേക്കും. അപ്പോഴത്തേനും നമ്മുടെ ആ പ്രോൺസിൻ്റെ ആ ഒരു ജ്യൂസും ഒക്കെ ഇതുമായിട്ട് ഒന്ന് മിക്സായി നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണി ആകും കേട്ടോ. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്താൽ മതി. പ്രോൺസൊക്കെ അടിയിലല്ലേ, അപ്പം നമ്മൾ അങ്ങനെ അതുമായിട്ട് ചേർത്ത് ഇങ്ങനെ എടുത്താൽ മതിയേ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾ ഇപ്രാവശ്യം ഇത് ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമേ. ഇതിപ്പം ഒരു 10 മിനിറ്റ് ഞാൻ സിമ്മി വെച്ചല്ലോ. എന്നിട്ട് നീ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണേ. ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ബിരിയാണി എടുക്കാവുള്ളേ. അന്നേരം ഇത് ശരിക്കും ഒന്ന് സെറ്റ് ആകത്തുള്ളൂ. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ക്രിസ്മസിന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മളെപ്പോഴും ഈ ചിക്കനും മട്ടൻ്റെയും അല്ലെങ്കിൽ ബീഫ് അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോൺസ് കൊണ്ടൊരു ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം.
ഇതിൻ്റെ കൂടെ ചേരുന്ന പിക്കിളെന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ നല്ലതായി അല്ലേ. അതിന് നമുക്ക് പറ്റുന്ന ഒരു പിക്കിളാണിത്. ബീട്രൂട്ടും ഡേറ്റ്സും കൊണ്ടുള്ള പിക്കിളെ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുക ക്രിസ്മസിനായിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും കൂടി ഇത് ട്രൈ ചെയ്യുക. ഈ പിക്കിളിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഡേറ്റ്സ് ആൻഡ് ബീട്രൂട്ട് പിക്കിൾ. നാരങ്ങാച്ചാറും പപ്പടം സാലഡ് ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണിയുടെ സൈഡ് ഡിഷ് എല്ലാം ആയി. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ചിക്കൻ ഫ്രൈയും കൂടെ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്